ഇവർക്കാണ് കൂടുതൽ അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എന്നുവെച്ചാൽ പാവങ്ങൾക്ക് നേരെ അധികാരം കയ്യിൽ കിട്ടിയവനെ എന്തും ചെയ്യാം എന്നുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണെന്നുള്ളത് ഇപ്പം റിവ്യൂ ചോദിച്ച സമയത്താണ് ഞാൻ പോലും ഓർക്കുന്നത്. കാരണം നമ്മുടെ ഷാഡോ ഒരു ആക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് തോന്നി. ചില സീൻ അടിപൊളി, ഇഷ്ടമായി. മമ്മൂട്ടി, അർജുന അശോകൻ, ഒരു ലാഗും ഇല്ല. 3-4 പേരെ ഉള്ളെങ്കിലും അടിപൊളിയായിരുന്നു. മമ്മൂട്ടിയുടെ ആക്ടിങ് സൂപ്പർ, എല്ലാവരുടെ അഭിനയവും അടിപൊളി. മമ്മൂട്ടി കുറച്ചുകൂടെ സൂപ്പർ. അടിപൊളി പടം. ഇപ്പം 4 പേരാണെന്നുള്ള ഒരു ലിമിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. എടുത്തു പറയാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണെന്നുള്ളത് ഇപ്പം റിവ്യൂ ചോദിച്ച സമയത്താണ് ഞാൻ പോലും ഓർക്കുന്നത്. കാരണം ഫിലിം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അങ്ങനെ ഒരു ഫീല് തോന്നത്തില്ല. കാരണം അത്രയ്ക്ക് നല്ല രീതിയിലായിരുന്നു ചിത്രീകരണം. ഒരിക്കലുമില്ല. വേറെ പോസിറ്റീവായിട്ട് എല്ലാവരുടെയും അഭിനയം തന്നെയാണ്. നല്ല മൂവിയാണ്. മമ്മൂക്ക ഭയങ്കരമായിട്ട് നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഷാഡോ ഒരു ആക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് തോന്നി. ചില സീൻസിൽ വളരെ നന്നായിട്ട് ഒരു സിനിമാറ്റോഗ്രാഫി എടുത്തിട്ടുണ്ട്. അർജുന അശോകൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല മൂവിയാണ്, എല്ലാവരും കാണണം. ഒരുപാട് അടിപൊളിയായിരുന്നു. പടത്തെക്കുറിച്ച് മേക്കിംഗ് ഒക്കെ ഭയങ്കര ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ആയിരുന്നു. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം. അടിപൊളിയായിരുന്നു. ക്യാരക്ടേഴ്സും എല്ലാം സൂപ്പർ പടം. എന്താ പറയുക, അല്ല പണ്ടത്തെ അതല്ല, നമ്മളെ അധികാരത്തിൻ്റെ ദുർവിനിയോഗത്തെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പടം കണ്ടപ്പോൾ സൂപ്പറായിരുന്നു. എന്ന് വെച്ചാൽ അധികാരം കിട്ടേണ്ടത് നല്ല ആളുകളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകും. പക്ഷെ അതൊരു ക്രൂരൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അത് അർഹതയില്ലാത്തവരുടെ കയ്യിൽ കിട്ടിയാൽ അത് നാശമാണ് ഉണ്ടാവുക. അതാണ് എനിക്ക് അത് എന്താ പറയുക, അതിലാ കെട്ടിടവും എല്ലാം കൂടി നമ്മളെ എല്ലാവരും ഒന്ന് പിടിച്ചിരുത്തിയിട്ടുണ്ട് ആ പടം. എന്നിട്ട് അത് കാണുമ്പോൾ തൊട്ടിട്ട് ലാസ്റ്റ് വരെ നമുക്കൊരു ആകാംക്ഷയായിരുന്നു എന്താണെന്നുള്ളത്. എന്തായാലും പടം സൂപ്പറാണ്. അത് തീർച്ചയായും, കാരണം ഞാൻ പറഞ്ഞല്ലോ അധികാരത്തിൻ്റെ ഒരു ദുർവിനിയോഗമാണ് അത് കാണിക്കുന്നത്. എന്നുവെച്ചാൽ പാവങ്ങൾക്ക് നേരെ അധികാരം കയ്യിൽ കിട്ടിയവനെ എന്തും ചെയ്യാം എന്നുള്ള ഇത്. അപ്പോൾ ആ നിസ്സഹായൻ അവനും അത് തന്നെയാണ് അവസാനം. ഇപ്പോൾ കുറേ നമ്മളിപ്പോൾ അധികാരം കയ്യിൽ കിട്ടുമ്പോൾ ചെയ്തു കൂട്ടുന്ന പല ക്രൂരതകളും തന്നെയാണ് ഭാവിയിലും പലരും അത് തന്നെയാണ് അനുകരിക്കുന്നു എന്നുള്ളതും ഒരു വേദന ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. എനിക്കതങ്ങനെ തോന്നണത്. കാരണം പിന്നെയും അതിൻ്റെ അടിമത്തത്തിൽ വന്ന് കിടന്നവൻ തന്നെ വീണ്ടും അവിടുന്ന് പുറത്ത് കിടക്കുമ്പോൾ പിന്നെ 2 വ്യക്തികൾ തമ്മിൽ അവർ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അവർക്ക് 2 കൂട്ടർക്കും രക്ഷപ്പെടാമായിരുന്നു. അത് ചെയ്യാതെ ആ ഒരു മോതിരത്തിൻ്റെ കേസിൽ തന്നെ കിട്ടില്ലേ. അപ്പോൾ അത് അവിടെ വരുമ്പോൾ അവർ 2 കൂട്ടരും തല്ലൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അധികാരം എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു എല്ലാവർക്കും ഉള്ളൊരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടമായി, അടിപൊളി പടം, വേറെ ഒന്നുമില്ല. പടം പണ്ടത്തെ ഇപ്പം അമ്മ പറഞ്ഞ പോലെ അടിപൊളി പടമാണ്. ഇവർക്കാണ് കൂടുതൽ അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു